മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുമ്പ് ആദ്യം കാണുന്ന ബി.ജെ.പിയുടെ ഒരു മുതിർന്ന നേതാവുണ്ട്. അത് മറ്റാരുമല്ല, ബി.ജെ.പി എന്ന് നിന്ന് പടർന്നു പന്തലിച്ച് വടവൃക്ഷമായി നിൽക്കുന്ന ആ വൃക്ഷത്തെ വൃക്ഷമാക്കി മാറ്റാൻ അഹോരാത്രം ഈ രാജ്യം മുഴുവൻ ഓടി നടന്ന് പണിയെടുത്ത ഒരു നേതാവ് എൽ.കെ. അദ്വാനി. ഇത്തവണയും മോദി പതിവ് തെറ്റിച്ചില്ല. അദ്ദേഹം മുഖ്യമന്ത്രി ആയ കാലം തൊട്ട് തന്നെ, മുഖ്യമന്ത്രി ആയ കാലത്തൊക്കെ അദ്ദേഹം ഉപദേശങ്ങൾ സ്വീകരിക്കുവാനായി അദ്വാനിയുടെ വീട്ടിലും മറ്റും പോകുന്ന ഒരു പതിവ് വാർത്ത തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എൽ.കെ. അദ്വാനി പ്രായാധിക്യത്തിൽ വിശ്രമത്തിലാണ്. അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ആശീർവാദം വാങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം ഈ മന്ത്രിസഭത്തിൻ്റെ യോഗം, അതായത് ഈ മന്ത്രിസഭാ യോഗത്തിൻ്റെ ഈ മന്ത്രിമാരെ ആരൊക്കെയാണെന്ന് നിശ്ചയിക്കാനുള്ള ഒരു തീരുമാനത്തിൻ്റെ യോഗത്തിലേക്ക് അദ്ദേഹം കടന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. NDA യോഗത്തിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയതും ഈ എൽ.കെ. അദ്വാനിയിലാണ്. കാരണം എൽ.കെ. അദ്വാനി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കൈപിടിച്ചുയർത്തി വളർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവ് തന്നെയാണ് നരേന്ദ്രമോദി. മുരളി മനോഹർ ജോഷിയും ആയിട്ടൊക്കെയുള്ള ഏകതാ യാത്രയുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എൽ.കെ. അദ്വാനി നരേന്ദ്രമോദിയുടെ മുൻപ് ഉള്ള കൂടിക്കാഴ്ചകളും ഇല്ലെങ്കിൽ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ മറ്റുമൊക്കെ വിഷ്വൽസ് ഇപ്പോൾ യൂട്യൂബിലടക്കം അവൈലബിളുമാണ്. ഏതായാലും ആ മനോഹരമായ വീഡിയോ, കാരണം പലരും അദ്വാനി എവിടെയെന്ന് ചോദിക്കുന്നവരുണ്ട്. ബി.ജെ.പി ഈ മൂന്നാം വട്ടവും അധികാരത്തിലെത്തുമ്പോൾ അദ്വാനിക്ക് എന്ത് സംഭവിച്ചു, അദ്വാനി ഒതുക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പ്രായാധിക്യം മൂലം ചില അസുഖങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അവിടേക്കാണ് നരേന്ദ്രമോദി ഇന്ന് വീണ്ടും എത്തിയിരിക്കുന്നത്. എല്ലാ തവണയും അദ്ദേഹം അങ്ങനെ ചെയ്യാറുണ്ട്, ഇത്തവണയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ആ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞങ്ങളുടെ വാർത്തയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.